നമ്മുടെ ഡെയിലി കോംബോ കാർഡിൽ അത് നിങ്ങൾ നോക്കുമ്പോൾ കാണാൻ കുറേ കാർഡ് ലോക്ക്ഡ് ആയിരിക്കും. അതെങ്ങനെ അൺലോക്ക് ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പോൾ എനിക്കിപ്പോൾ വേണ്ട കാർഡ് മീം കോയിൻ കാർഡാണ് വേണ്ടത്. പക്ഷെ അത് ലോക്ക്ഡാണ്. അത് അൺലോക്ക് ചെയ്യാനായിട്ട് താഴെ എഴുതിയിട്ടുണ്ട് ഇൻഫ്ലുവൻസേഴ്സ് ലെവൽ 10. സോ ഇൻഫ്ലുവൻസർ ലെവൽ 10-ലായാൽ മാത്രമേ അതെനിക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതെങ്ങനെയാണ് ലെവൽ 10-ലേക്ക് വന്നത്? നിങ്ങൾ PR ടീമിൽ പോയി കഴിഞ്ഞാൽ അവിടെ കാണാം ഇൻഫ്ലുവൻസേഴ്സ്. ഓക്കെ, ഇപ്പോൾ എൻ്റെ ലെവൽ 0 ആണ്. അത് ഞാൻ ബൈ ചെയ്തു. ഇപ്പോൾ ലെവൽ 1 ആയി. എനിക്ക് ലെവൽ 10 ആയെങ്കിൽ മാത്രമേ മീം കോയിൻ കാർഡ് അൺലോക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനത് വീണ്ടും ബൈ ചെയ്യാണ്. ലെവൽ 2, ലെവൽ 3, 8 ആയി. ലെവൽ 9, ലെവൽ 10. ഓക്കെ, ഇപ്പോൾ എൻ്റെ ഇൻഫ്ലുവൻസേഴ്സിൽ ലെവൽ 10 ആയി. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് മീം കോയിൻ കണ്ടോ, നേരത്തെ ഇത് ലോക്കായിരുന്നു, ഇപ്പോൾ അത് ഓപ്പണായി. സോ എൻ്റെ ഡെയിലി കോംബോയിലെ രണ്ടാമത്തെ കാർഡ് അൺലോക്ക് ആയിട്ടുണ്ട്. അടുത്ത ഡെയിലി കോംബോയിലെ മൂന്നാമത്തെ കാർഡ് ദിസ് ദേവ് ടീം. ഓക്കെ, അത് മാർക്കറ്റിംഗ്, അതെനിക്ക് ലോക്ക്ഡാണ്, നിങ്ങൾക്ക് കാണാം. അത് മാർക്കറ്റിംഗ് ലെവൽ 2-ൽ വന്നാൽ മാത്രമേ അത് ഓപ്പൺ ആവുള്ളൂ. അപ്പോൾ നമ്മൾ മാർക്കറ്റിംഗ് ലെവൽ ഇവിടെ പോകുമ്പോൾ അറിയാം. മാർക്കറ്റിംഗ് എൻ്റെ ലെവൽ 1 ആണ്. ഞാനത് അപ്ഗ്രേഡ് ചെയ്യാൻ പോവാം. മാർക്കറ്റ് ലെവൽ 2 ആയി. ഓക്കെ, സോ എൻ്റെ ദിസ് ദേവ് ടീം ഓപ്പൺ ആയിട്ടുണ്ട്. കണ്ടോ, 5 മില്യൺ കോയിൻസ് കിട്ടിയിട്ടുണ്ട് ഡെയിലി കോംബോയിൽ. ഓക്കെ, അപ്പോൾ ഡെയിലി കോംബോ കാർഡ് ഏതാണെന്ന് നിങ്ങൾക്കൊരു സിമ്പിൾ ഗൂഗിൾ സെർച്ചിൽ എല്ലാ ദിവസത്തെയും ആരെങ്കിലും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവും ഏതാണ് ഡെയിലി കോംബോ കാർഡെന്ന്. ഗൂഗിൾ സെർച്ച് ചെയ്ത് ഡെയിലി കോംബോ കാർഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇവിടെ വന്നിട്ട് അത് ഏത് കാർഡാണെന്ന് നോക്കിയിട്ട് അത് ഓപ്പൺ ആണെങ്കിൽ അത് ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ എന്താണ് അതിൻ്റെ റിക്വയർമെൻറ്റ് അത് നോക്കിയിട്ട് അതനുസരിച്ച് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ.